ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ ഏറ്റവും സുന്ദരികളായിട്ടുള്ള 10 സ്ത്രീകൾ ആരൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10, തിലോത്തമ. ഹിന്ദു പുരാണത്തിലെ ഒരു ദേവതയായ ഇവർ അതുല്യമായ സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. ബ്രഹ്മാവും വാസ്തുശില്പിയായ വിശ്വകർമ്മയും പ്രപഞ്ചത്തിലെ ഏറ്റവും മികച്ച സത്തകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച തിലോത്തമ സുന്ദ, ഉപസുന്ദ എന്നീ അസുരന്മാരെ ഒറ്റയ്ക്ക് നശിപ്പിച്ചതിലൂടെയാണ് അറിയപ്പെടുന്നത്. ഇന്ദ്രൻ 1000 കണ്ണുകൾ ഉണ്ടാകാൻ കാരണം ഇവരുടെ സൗന്ദര്യമാണെന്നാണ് അറിയപ്പെടുന്നത്. നമ്പർ 9, ഉർവശി. ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ അപ്സരസായാണ് ഉർവശിയെ കണക്കാക്കുന്നത്. അവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യത്തിനും മോഹിപ്പിക്കുന്ന പ്രഭാവലയത്തിനും പേര് കേട്ടതാണ്. പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഉർവശിയെ ഇന്ദ്രന്റെ കൊട്ടാരത്തിലെ കിരീടമണിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. നമ്പർ 8, മണ്ഡോദരി. ഹിന്ദു ഇതിഹാസമായ രാമായണത്തിൽ ലങ്കയിലെ രാജാവായ രാവണന്റെ രാജ്ഞിയായിരുന്നു മണ്ഡോദരി. രാമായണം അവളെ സുന്ദരിയും ഭക്തയും നീതിമാനുമായാണ് വിശേഷിപ്പിക്കുന്നത്. പഞ്ചകന്യകകളിൽ ഒരാളായും അവളെ വാഴ്ത്തുന്നു. ആ പേരുകളുടെ പാരായണം പാപത്തെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്പർ 7, അഹല്യ. ഗൗതമ മഹർഷിയുടെ സുന്ദരിയായ ഭാര്യ എന്നറിയപ്പെടുന്ന അഹല്യ ഹിന്ദു പുരാണത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ്. രാമായണം അനുസരിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി ബ്രഹ്മാവ് അവളെ സൃഷ്ടിച്ചു. അവരുടെ കഥ വഞ്ചനയുടെയും ശാപത്തിന്റെയും ഒടുവിൽ മോചനത്തിന്റെയും പേരിൽ പ്രസിദ്ധമാണ്. നമ്പർ 6, താര. താരാദേവി ആദരണീയയും ശക്തിയുമായ ഒരു സ്ത്രീ ദേവതയാണ്. ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും പ്രാധാന്യമുള്ള ഇവർ രക്ഷകിയായും വഴികാട്ടിയായും ആത്യന്തിക കാരുണ്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആൾരൂപമായി അറിയപ്പെടുന്നു. കൂടാതെ എല്ലാ ബുദ്ധന്മാരുടെ മാതാവായും താരയെ കണക്കാക്കപ്പെടുന്നു. നമ്പർ 5, മോഹിനി. ഹിന്ദു പുരാണങ്ങളിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ഏക സ്ത്രീ അവതാരമാണ് മോഹിനി ദേവി. അതുല്യമായ സൗന്ദര്യത്തിന്റെ പേര് കേട്ട അവളുടെ പേരിന്റെ അർത്ഥം മന്ത്രവാദിനി അല്ലെങ്കിൽ വ്യക്തിഗതമായ വ്യാമോഹം എന്നാണ്. അവൾ മായയുടെ ശക്തി ഉപയോഗിച്ച് അസുരന്മാരെ ഭ്രമിപ്പിക്കുകയും പ്രപഞ്ച സന്തുലിതാവസ്ഥ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്പർ 4, രുക്മിണി. രുക്മിണി ദേവി ഒരു ഹിന്ദു ദേവതയും ഭഗവാൻ കൃഷ്ണന്റെ പ്രധാന രാജ്ഞിയുമാണ്. ലക്ഷ്മി ദേവിയുടെ അവതാരമായി വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന അവർ ദ്വാരകയിലെ കൃഷ്ണന്റെ ഭാര്യമാരിൽ പ്രധാനിയും പരമമായ ഭക്തി, കൃപ എന്നിവയുടെ മൂർത്തിഭാവവുമാണ്. രുക്മിണി ദേവി തന്റെ വിനയത്തിനും വിശ്വാസത്തിനും പേരുകേട്ടവളാണ്. നമ്പർ 3, ദ്രൗപദി. ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ദ്രൗപദി. മർത്തിയായി ജനിച്ചിട്ടും ശ്രീലക്ഷ്മി, കാളി പോലുള്ളവരുടെ അവതാരയായി അവർ ആരാധിക്കപ്പെടുന്നു. കൂടാതെ ദക്ഷിണേന്ത്യയിൽ ശക്തിയായ ഗ്രാമദേവതയായ ദ്രൗപദി അമ്മനായും ഇവർ ആരാധിക്കപ്പെടുന്നു. ഇവർക്ക് പാഞ്ചാലി എന്നൊരു വിളിപ്പേരുമുണ്ട്. നമ്പർ 2, സീതാമാത. ഹിന്ദു പുരാണങ്ങളിലെ ഒരു കേന്ദ്ര കഥാപാത്രവും രാമായണത്തിലെ സ്ത്രീ കഥാപാത്രവുമാണ് സീത. ലക്ഷ്മി ദേവിയുടെ അവതാരമായി ആരാധിക്കപ്പെടുന്ന അവർ വിശുദ്ധി, ഭക്തി, ത്യാഗം, സ്ത്രീ ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഉത്തമ മകൾ, ഭാര്യ, അമ്മ എന്നീ നിലകളിൽ ഇവർ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്നു. നമ്പർ 1, രാധാറാണി. ഹിന്ദു മതത്തിലെ പരമോന്നത ദേവതയാണ് രാധ. ഭഗവാൻ കൃഷ്ണന്റെ നിത്യപത്നിയായും സ്ത്രീലിംഗ പ്രതിരൂപമായും രാധയെ ആരാധിക്കുന്നു. ദിവ്യസ്നേഹം, കാരുണ്യം, അചഞ്ചലമായ ഭക്തി എന്നിവയുടെ രൂപമാണ് ഇവളിൽ കാണുന്നത്. ലക്ഷ്മി ദേവിയുടെ അവതാരമായി അവർ പരക്കെ ആരാധിക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.